പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാവുന്നവര് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ദൈവകരുണയുടെ വലിയ മണിക്കൂറാണ് ഈ സമയം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, ലോകം മുഴുവൻ്റെ മേലും ഒഴുകി വരുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നത്. ആ ബോധ്യത്തോടെ നമ്മുടെ എല്ലാ അവസ്ഥകളും, നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും, നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ള എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് അല്പസമയം സ്വതന്ത്രമായിട്ട് ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒന്നുചേർന്ന് അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ മുമ്പിൽ ദിവ്യകാരുണ്യമായി എഴുന്നള്ളിയിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ നാമം ഞങ്ങൾ ഉയർത്തുന്നു. ആ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളെല്ലാവരെയും ഈ ലോകം മുഴുവനെയും അവിടുത്തെ കാരുണ്യത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ മണിക്കൂറിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും വിശ്വാസത്തിൽ ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നമുക്കിരിക്കാം. അല്പസമയം നമ്മൾ ദൈവ വചന വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ കരുണ പ്രാപിക്കുവാനും ഈ കരുണയുടെ ഒഴുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യം, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവ കരുണയുടെ തൂമ്പ് തുറക്കുന്നൊരു കാര്യം എന്ന് പറയാൻ പറ്റും. കർത്താവിൻ്റെ നാമത്തിൽ കഷ്ടതകൾ, സഹനങ്ങൾ പരാതി പരിഭവമില്ലാതെ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നത്, അത് ദൈവ കരുണയുടെ തൂമ്പ് തുറക്കും എന്ന് വിശുദ്ധരെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. കത്തോലിക്ക സഭയുടെ പഠനം പരിശോധിച്ചാലും ഈ യാഥാർത്ഥ്യം സഭ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു വിശുദ്ധ ജിയാന്ന ബെറേറ്റ അവർ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. സ്നേഹവും സഹനവും സൂര്യനും പ്രകാശവും പോലെ ബന്ധപ്പെട്ട് കിടക്കുന്ന. അപ്പം അതിനോട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സ്നേഹത്തിൽ വളരാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് സഹനങ്ങൾ എടുക്കാനുള്ള മനസ്സ്. ത്യാഗങ്ങളെടുത്ത് പ്രാർത്ഥിക്കാൻ സന്നദ്ധരാകുന്നവർക്ക് സ്നേഹത്തിൽ വളരാൻ പറ്റും. സ്നേഹം വളർന്ന സ്നേഹമാണെങ്കിൽ ആ സ്നേഹം സഹനങ്ങളെ സന്തോഷപൂർവ്വം എടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ കാതലായൊരു സന്ദേശം. ഇതുപോലെ തന്നെ നമുക്കറിയാം, ആധ്യാത്മിക വളർച്ച വേണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് സഹനങ്ങൾ എടുക്കാനുള്ള മനസ്സ്. ഈശോ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. മത്തായി 16:24 വായിക്കുമ്പോൾ, എന്നെ അനുഗമിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. യേശുവിനെ അടുത്ത് അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ആധ്യാത്മിക ജീവിതം. യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നത്, അതാണ് ആധ്യാത്മിക ജീവിതം. അതിൻ്റെ ഭാഗമായിട്ട് പോകുന്നൊരു കാര്യമാണ് സഹനങ്ങൾ എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. മത്തായി 16:24 പറഞ്ഞിരിക്കുന്നത്, ഇതിന് സ്വയം പരിത്യജിക്കണം, കുരിശെടുക്കണം, എൻ്റെ പിന്നാലെ വരണം. 2 തീമോത്തി 3:12 നമ്മളെ പഠിപ്പിക്കുന്നു, യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ പീഡിപ്പിക്കപ്പെടും. അതിന് സന്നദ്ധരായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം. കർത്തൃ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ
സഹനങ്ങൾ പ്രതീക്ഷിക്കണം എന്നുള്ളത് ദൈവം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രഭാഷകൻ 2-ാം അധ്യായം ആദ്യ വചനങ്ങൾ തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആ ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ നമ്മൾ കണ്ടു, സ്നേഹത്തിൽ വളരാൻ നമ്മൾ സഹനമെടുക്കാൻ തയ്യാറാകും. ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്നവര് സഹനങ്ങൾ എടുക്കാൻ തയ്യാറാകണം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ദൈവത്തിൻ്റെ കരുണയുടെ തൂമ്പ് തുറക്കുന്നത് സഹനങ്ങൾ, ത്യാഗങ്ങൾ നമ്മൾ എടുക്കാൻ സന്നദ്ധരാകുമ്പോഴാണ്. ഈ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി നമ്മൾ എടുക്കുന്ന ത്യാഗങ്ങൾ അത് നഷ്ടമല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഏതാനും കാര്യങ്ങൾ കൂടി ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കിയിരിക്കാം. കഷ്ടത അനുഭവിക്കുന്ന വ്യക്തികളുടെ നേരെ ദൈവത്തിൻ്റെ കാരുണ്യം അത് ഉയർന്നു വരും എന്നുള്ളത് നമ്മെ തെളിയിക്കുന്ന ഒരു വചനഭാഗം നമുക്കെടുക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം. ഇസ്രായേൽ ജനത്തിൻ്റെ അവസ്ഥ ഇസ്രായേലിൻ്റെ ദൈവം തിരിച്ചറിഞ്ഞ് ചൂണ്ടിക്കാണിച്ച് അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകാനായിട്ട് മുന്നോട്ട് വന്ന് അതിന് വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ദൈവത്തെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പുറപ്പാട് 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഈജിപ്തിൽ എൻ്റെ ജനത്തിൻ്റെ കഷ്ടതകൾ ഞാൻ കണ്ടു. ദൈവം നമ്മെ കാണുന്ന ദൈവമാണ്, നമുക്ക് ദൈവത്തെയും കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ക്ലേശങ്ങൾ, കഷ്ടതകൾ ദൈവം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നെ മനസ്സിലാക്കുന്ന, എന്നെ കാണുന്ന, എന്നോട് സ്നേഹമുള്ള ആരുമില്ല എന്നൊരിക്കലും പറഞ്ഞേക്കരുത്. കാരണം ഇവിടെ ദൈവം തന്നെ വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഈജിപ്തിൽ തൻ്റെ ജനം കഷ്ടത സഹിച്ചപ്പോൾ, ക്ലേശങ്ങൾ അവർക്കുണ്ടായപ്പോൾ ദൈവം അതെല്ലാം കണ്ടു. ഇനി അതിനെല്ലാം പരിഹാരം ഉണ്ടാകണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ നമ്മൾ കാണുക. ക്ലേശങ്ങൾ ഞാൻ കണ്ടു. വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, അവരുടെ രോദനം ഞാൻ കേട്ടു. സങ്കീർത്തകൻ പറയുന്നൊരു കാര്യം, കരയുന്നവരുടെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. കരയാതെ നമ്മളത് പിടിച്ചു വെക്കുവോ, അതല്ലെങ്കിൽ ദൈവത്തിനെതിരെ നമ്മൾ രോഷാകുലരാകുകയോ ചെയ്തത് കൊണ്ട് ഈ ഒരു കാര്യം നടക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ, ക്ലേശങ്ങൾ വരുമ്പോൾ, പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവത്തെങ്കിലേക്ക് തിരിയാനും കരയാനും നമുക്ക് സാധിക്കണം. സങ്കീർത്തനം 123 ആദ്യ വചനങ്ങൾ വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് അവിടുത്തെ നോക്കി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന സങ്കീർത്തകൻ പറഞ്ഞൊരു കാര്യം, എനിക്ക് കരുണ കിട്ടുവോളം ഞാൻ എൻ്റെ കർത്താവിനെ നോക്കിയിരുന്ന് കരയും. പറയുണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റാൻഡ് എടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ടാകും. മത്തായി 18:19 വായിക്കുമ്പോൾ അവിടെ ദൈവം നമ്മെ പഠിപ്പിച്ച, യേശു പഠിപ്പിച്ച ഒരു കാര്യമാണ്, നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നടത്തിത്തരും. ശരിക്കും ഈ വചന സന്ദേശം ഹൃദയത്തിലെത്തിയ നമുക്ക് എന്ത് പ്രശ്നം, വ്യക്തി ജീവിതത്തിലോ കുടുംബത്തിലോ ഇവിടെ സമൂഹത്തിലോ ബന്ധുമിത്രാദികളുടെ ഇടയിലോ ലോകത്ത് എവിടെയെങ്കിലും ഒരു പ്രശ്നം കണ്ടാൽ ആദ്യം നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ഈ പ്രാർത്ഥനയ്ക്ക് നമ്മൾ തയ്യാറാകും. വ്യക്തിപരമായ പ്രാർത്ഥന, ഒന്നിച്ചിരുന്നുള്ള പ്രാർത്ഥന. ഈ 2 കാര്യങ്ങളാണ് പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. പറയുന്നുണ്ട്, വ്യക്തിപരമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാകാതെ ബാക്കിയുള്ളവരെ എല്ലാം ഏൽപ്പിച്ചിട്ട് ഞാൻ സുഖമായിട്ട് കറങ്ങി നടന്നാൽ ദൈവം അവിടെ പ്രവർത്തിക്കണമെന്നില്ല. വ്യക്തിപരമായ എൻ്റെ പ്രാർത്ഥന, വ്യക്തിപരമായിട്ട് ഞാൻ ത്യാഗമെടുക്കുന്നത്, സഹനങ്ങൾ എടുക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, അത് ദൈവം പരിഗണിക്കും. മാത്രമല്ല കർത്താവ് പറഞ്ഞത്, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും. 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നടത്തിത്തരും. ഇതെല്ലാം ആ കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനയുടെ ബലം നമ്മെ പഠിപ്പിക്കുന്ന. പറയുണ്ട്, കുടുംബാംഗങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരിഹാരം അവർ കുടുംബത്തിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം നിലനിൽക്കും. The family that prays together stays together. ഒന്നിച്ച് നിലനിൽക്കും. സാത്താൻ ഇത് ശരിക്കറിയാം. നമ്മൾ ഈ സന്ദേശം അവഗണിച്ചാണ് ജീവിക്കുന്നതെങ്കിലും സാത്താൻ ഈ സന്ദേശം ശരിക്കറിയാം. പറയുണ്ട്, അവൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്
ഒന്നിച്ചു നിൽക്കുന്ന കുടുംബാംഗങ്ങളെ ഭിന്നിക്കുക, ഭരിക്കുക. അതാണ് അവൻ്റെ ലക്ഷ്യം. അത് തിരിച്ചറിഞ്ഞ് നമ്മൾ ജാഗരൂകരാകണം. അല്ലെങ്കിൽ സാത്താൻ നമ്മുടെ മേൽ ആധിപത്യം പുലർത്തും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാനും മറ്റുള്ളവരോട് ചേർന്ന് പ്രാർത്ഥിക്കാനുമുള്ള ആ വലിയ മനസ്സ് നമുക്കുണ്ടാകണം. നമ്മൾ കാണുന്നുണ്ട്, പാപികൾ സംഘം ചേർന്നാൽ അഗ്നി ജ്വലിക്കും. പക്ഷേ പ്രാർത്ഥനക്കാർ സംഘം ചേർന്നാൽ ഉണ്ടാകുന്ന നേട്ടം അഗ്നി കെടുത്താൻ പറ്റും. എന്ത് പ്രശ്നം, എത്ര വലിയ നേർന്ന പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നാലും അതെല്ലാം പരിഹരിക്കാനുള്ള, തീ കെടുത്താനുള്ള മാർഗമാണ് നാം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മ നമ്മൾ അതിനെ മാനിക്കണം. അവിടെ പോകാനായിട്ട് നമ്മൾ ത്യാഗമെടുക്കണം. അതിൻ്റെ ഭാഗമായി തീരണം. അവരുടെ പ്രാർത്ഥന നമ്മൾ സ്വീകരിക്കണം. ആ കൂട്ടായ്മയിലുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ പല പ്രശ്നങ്ങളും അതിലൂടെ പരിഹരിക്കപ്പെടും. എനിക്കറിയാവുന്ന എറണാകുളം സൈഡിലുള്ള ഒരു 2 ഫാമിലീസ് അവരൊന്നിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. രണ്ടുപേരും ആഗ്രഹിച്ചൊരു കാര്യം, ഒരു ഫാമിലിയും കൂടെ നമ്മുടെ ഇതേ മനോഭാവത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന ഒരു ഫാമിലിയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ. അവർ പ്രാർത്ഥിച്ചു, അവർക്ക് കിട്ടി. ആ 3 കുടുംബങ്ങൾ അവര് മിക്കവാറും ഒക്കെ ഒന്നിച്ചു വരും, പ്രാർത്ഥിക്കും. ഈ കുടുംബത്തിൽ ആർക്കെന്ത് പ്രശ്നമുണ്ടെങ്കിലും ബാക്കി 2 കുടുംബങ്ങളുണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. മാത്രമല്ല, ഈ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും അറിയാവുന്ന ഒരു ഗൗരവമുള്ള, ഒരു പ്രശ്നമുള്ള മറ്റേതെങ്കിലും ഒരു കുടുംബത്തെക്കുറിച്ച് അറിവ് കിട്ടിയാൽ ഈ 3 കുടുംബങ്ങളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിൻ്റെ ഫലമായിട്ട് എത്രയെത്ര സംഭവങ്ങൾ, എത്രയെത്ര കുടുംബങ്ങളുടെ, വ്യക്തികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതായിട്ട് അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നടത്തി തരുമെന്ന് ദൈവം വചനത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കും. പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കേണ്ട കുടുംബങ്ങളെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരും. അങ്ങനെയുള്ള കുടുംബങ്ങളെക്കുറിച്ച് നമുക്ക് അറിവ് കിട്ടും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റാരെങ്കിലൊക്കെ അവരെക്കുറിച്ച് പറയുമ്പോൾ അപ്പോഴെല്ലാം നാം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാവുക. കുടുംബാംഗങ്ങളും പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ളവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെയാണ് നമ്മുടെ ഇടവകയും അതുപോലെ തന്നെ ലോകം മുഴുവനും ആ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹിക്കപ്പെടും. ലോകം മുഴുവൻ ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കും എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യമായിട്ടുള്ളവരെയും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് ഏറ്റെടുക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ഏറ്റെടുക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ പ്രതിഷ്ഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.